നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന പ്രചോദനമാകുന്ന ചില വാർത്തകളുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി കാണാം ബി പോസിറ്റീവ്. ബസ് സ്റ്റോപ്പുകൾ പണിയാൻ ചെലവാക്കുന്ന തുക പലപ്പോഴും ചർച്ചയാകാറുണ്ട്. എന്നാൽ തൃശൂർ നഗരത്തിൽ നയാ പൈസ ചെലവില്ലാതെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുകയാണ് കോർപ്പറേഷൻ. ഒന്നും രണ്ടുമല്ല, 150 ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണ തുകകൾ കണ്ട് പലപ്പോഴും കണ്ണു തള്ളിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. 1 രൂപ പോലും ചിലവില്ലാതെ ഇതുപോലെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ച വരുമാനം കൊയ്യുകയാണ് തൃശൂർ കോർപ്പറേഷൻ. സ്വരാജ് റൗണ്ടിലെത്തുന്നവർക്ക് ഒരു മഴ വന്നാൽ കയറി നിൽക്കാൻ കടത്തിണ്ണയല്ലാതെ മറ്റൊന്നുമില്ലെന്ന പരാതിക്ക് പരിഹാരമാവുകയാണ്. റൗണ്ടിൽ ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ ഇതിനോടകം 27 ബസ് ഷെൽട്ടറുകളാണ് ഒരുങ്ങിയത്. 6 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ പരിധിയിൽ തുറക്കുന്നത് 150 അത്യാധുനിക ബസ് സ്റ്റോപ്പുകൾ. മണിക്കൂറുമുള്ള നിരീക്ഷണ ക്യാമറകൾ, ചാർജിംഗ് പോയിന്റുകൾ, വൈഫൈ, മ്യൂസിക് സിസ്റ്റം തുടങ്ങി അത്യാധുനിക രീതിയിലുള്ള ഡിജിറ്റൽ ബസ് സ്റ്റോപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം വെളിച്ചം കിട്ടും, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ടു. പാട്ട് കേൾക്കാം, ചാർജ് ചെയ്യാം. സ്വകാര്യ കമ്പനിയുമായി 10 കൊല്ലത്തെ കരാറാണ് കോർപ്പറേഷൻ വെച്ചിട്ടുള്ളത്. നിർമ്മാണവും പരിപാലനവും നടത്തിപ്പും സ്വകാര്യ കമ്പനിക്ക്. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുള്ള LED സ്ക്രീനിൽ പരസ്യം നൽകാം. ഇതിൽ നിന്നുള്ള വരുമാന വിഹിതവും കോർപ്പറേഷനിൽ ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ ആസൂത്രണം. എഗ്രിമെന്റ് പ്രകാരം ഓരോ ബസ് സ്റ്റോപ്പിനും നമുക്ക് 10,000 രൂപ വെച്ച് അയാൾ തരണം. മൊത്തം 150 ബസ് സ്റ്റോപ്പുകളാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഡെയിലി ഒരു വാഹനം വിട്ട് ഈ 150 ബസ് സ്റ്റോപ്പുകളും ക്ലീൻ ചെയ്യുകയും ഒപ്പം തന്നെ അതിനകത്ത് ഏതെങ്കിലും സാമഗ്രികൾ കുറവുണ്ടെങ്കിൽ അത് എല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഓരോ ബസ് സ്റ്റോപ്പിനും 10,000 രൂപ വീതമാണ് പ്രതിമാസം കോർപ്പറേഷന് ലഭിക്കുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ 15 ലക്ഷം രൂപ പ്രതിമാസം കോർപ്പറേഷന് ലഭിക്കും. വെയിലും മഴയും പ്രതിരോധിക്കുക മാത്രമല്ല, സുരക്ഷയുറപ്പാക്കുന്ന അത്യാധുനിക ബസ് സ്റ്റോപ്പുകൾ. വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളിലൂടെ നഗരമാകെ മുഖം മിനുക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. അപ്പോൾ അതാണ് തൃശ്ശൂരിലെ പുതിയ കാഴ്ച.